അന്നൊരു ബ്രോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രോയ്ക്ക് ഇങ്ങനെ എന്താണ് കറക്റ്റായിട്ട് ഈ കസ്റ്റമർ ചോദിക്കുമ്പോൾ ഇത്രയും എമൗണ്ട് തരുന്നത് അത് ശരിക്കുള്ളതാണോ അതോ ബ്രോ വെറുതെ പറയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും വീഡിയോ എൻഡ് വരെ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു മെയിൻ്റനൻസ് വർക്കാണ്. അപ്പോൾ ഈ മെയിൻ്റനൻസ് വർക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തെടുക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കഴിഞ്ഞ ഉടനെ നമുക്ക് പൈസ കിട്ടും. ഫുൾ വർക്ക് അങ്ങനെയല്ല, ഒരാഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴാണ് ആ എഗ്രിമെന്റ് പ്രകാരം നമുക്ക് പൈസ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന മോട്ടോർ കംപ്ലൈന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡി ബി സ്വിച്ചിന്റെ കംപ്ലൈന്റ് അല്ല, നിസ്സാരമായ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയതാണ്. അപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയ എട്ടിന്റെ പണിയാണ്. കാരണം വയർ കട്ടായിട്ട് ഉള്ളിൽ നിന്ന് പൊട്ടിപ്പോകുന്നു. അപ്പോൾ പണ്ടപ്പോഴോ അവർ കൈ കളച്ചപ്പോൾ എന്തോ തട്ടിക്കുകയാണ്, അതിൽ കൈക്കോട്ടിന്റെ ആ ഭാഗം ചെത്തിപ്പോയ ഭാഗമാണ്. അപ്പോൾ മണ്ണിൽ കടന്നിട്ട് ഇത് ലീക്കേജ് സംഭവിച്ചിട്ട് അവിടെ ഷോർട്ടായിട്ട് പോന്നുകയാണ്. മഴക്കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ഇത് ലീക്കേജ് സംഭവിച്ചാൽ എന്താ സംഭവിക്കുക, എക്സ്പെൻസിൽ കറണ്ട് ബില്ല് വരും. അതായത് മോട്ടോർ ഓൺ ആക്കുന്ന സമയത്ത് മോട്ടറിനെക്കാട്ടിലും വാട്ട്സ് ഈ മണ്ണിൻ്റെ അടിക്ക് പോകും. അപ്പോൾ കറണ്ട് ബില്ല് കൂടുതലാണ് വരിക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചാൽ ശരിയായി, നന്നായി. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കറണ്ട് ബില്ല് വരും, അവർക്ക് കൂടുകയും ചെയ്യും. അത് മാത്രമല്ല അപകടം കൂടുതലാണ്. അപ്പോൾ എന്തായാലും ആ പൈപ്പ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടി വലിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ടായിരുന്നു. അതിൽ കൂടി ഇനി വയർ എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാൻ വേറെ പൈപ്പൊക്കെ ഇട്ട് കോൺക്രീറ്റ് സ്പെഷ്യൽ പൈപ്പൊക്കെ ഇട്ടെടുത്ത് വയറ് മാറ്റി ഒക്കെ സെറ്റായി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ ഡി ബി സ്വിച്ച് രണ്ടെണ്ണം മുകളിലും താഴത്തും വാടക വീടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ രണ്ടിലും ഡി ബി സ്വിച്ച് വെച്ച് കൊടുത്തിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൺ ആക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചേഞ്ച് ഓവറൊന്നും വെച്ചിട്ടില്ല. ഇത് റിസ്ക് ഉള്ള ഒരു സംഭവമാണ്. ഞാൻ കസ്റ്റമറുടെ അടുത്ത് പറയാം, ഓണറുടെ അടുത്ത് പറയാൻ പറഞ്ഞു. അപ്പോൾ ഓണറുടെ അടുത്ത് ഞാൻ ഇവർ ഈ വാടകയുള്ള വീട്ടിലവർ വിളിച്ചിട്ട് കൊടുത്ത് ഫോണ് സർവീസ് കോസ്റ്റ് പറയാനല്ലോ. അപ്പോൾ ഞാൻ 700 രൂപ മെറ്റീരിയൽസ് കൂടാതെ 700 രൂപ പറഞ്ഞത്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞത് 2 വയർ മാറ്റി കൊടുക്കാൻ 700 രൂപ വേണം. ഞാൻ പറഞ്ഞു എൻ്റെ 2 വയർ മാറ്റി കൊടുക്കാമെന്നല്ല, നല്ല പണി വന്നിട്ട് 1.5 മണിക്കൂറത്തെ പണി വന്നിട്ട് 700 രൂപ മസ്റ്റായിട്ട് വേണം. അവർ തന്നു കേട്ടോ. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക.